ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ രാജ്യമായ വിയറ്റ്നാമിലെത്തിയിരിക്കുകയാണ്. വിയറ്റ്നാമിലെത്തിയപ്പോഴേക്കും ദാണ്ട് ഇവിടുത്തെ തിരക്ക് കണ്ടോ? അങ്ങനെ ഒരുവിധം അവിടുത്തെ പ്രോസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എയർപോർട്ടിന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും നമ്മളെ കൊണ്ടുപോകാനുള്ള ഗൈഡും വണ്ടിയും ഒക്കെ റെഡിയായി പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി നമുക്ക് താമസിക്കാനുള്ള ഹോട്ടലിലേക്ക് നമ്മൾ യാത്ര പോവുകയാണ്. അങ്ങനെ നമ്മൾ വിയറ്റ്നാം കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുകയാണ് കേട്ടോ. ഈ 3 രാജ്യങ്ങളിലും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടൊക്കെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഫ്ലെക്സ് പോസ്റ്റേഴ്സിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സ്ക്രീൻസ് ആണ് ഇവരെ യൂസ് ചെയ്യുന്നത്. മലേഷ്യ, സിംഗപ്പൂരിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ടൂ വീലേഴ്സിന്റെ യൂസേഴ്സിനെ ഞാൻ കണ്ടത് ഇവിടാണ് കേട്ടോ, വിയറ്റ്നാമിൽ. അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ യാത്ര തുടരുകയാണ്. മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ചെറിയൊരു റോഡിലേക്ക് കയറിയപ്പോഴേക്കും എന്നെ ഞെട്ടിപ്പിച്ചൊരു കാഴ്ച ഞാൻ കണ്ടു. നമ്മുടെ ബസ് പോകുന്നത് ഏത് സൈഡിൽ കൂടെ ആണെന്ന് നോക്കിയേ. അതെ, അങ്ങോട്ട് പോകുന്നത് റൈറ്റ് സൈഡിൽ കൂടെയും ഇങ്ങോട്ട് വരുന്ന വണ്ടികളെല്ലാം ലെഫ്റ്റ് സൈഡിൽ കൂടെയും. ഈ ഒരു ഇൻസിഡന്റ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കൗതുകത്തോടെ നോക്കിയിരുന്നു. അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇതാണ് കേട്ടോ ഞങ്ങൾ കിടക്കുന്ന റൂം. റൂമൊക്കെ ഇഷ്ടപ്പെട്ടു, അത്യാവശ്യം കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ബാഗൊക്കെ വെച്ചതിന് ശേഷമായിട്ട് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ കറൻസിയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും. ഡോങ് എന്നാണ് കേട്ടോ ഇവിടുത്തെ കറൻസിക്ക് പറയുന്നത്. അങ്ങനെ തിരിച്ചു വന്ന് ഫുഡ് കഴിച്ചതിന് ശേഷമായിട്ട് ഇന്ന് നമ്മൾ ഒത്തിരി ടയർഡ് ആയതുകൊണ്ട് തന്നെ വലിയ കറക്കമൊന്നുമില്ലായിരുന്നു. റൂമിൽ കയറി ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്ത് ജസ്റ്റ് അങ്ങനെ കിടന്നു. വീഡിയോ ഇഷ്ടമായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്